BSc Main Physics, Semester 6 Paper 2, Nuclear and Particle Physics. And today, this is class number 32, Scintillation Counter from Nuclear Physics. Scintillation Counter, Particle Detector, Scintillation Counter, today's topic. And this is a scintillation counter, the principle. Scintillation counter, the principle we can see. And the first one is the spindarioscope and the block diagram of scintillation counter. The principle of scintillation counter is called spindarioscope. അപ്പോൾ ഇത് ഈ scintillation കൗണ്ടറിൻ്റെ പ്രിൻസിപ്പിൾ കാണിക്കാനുള്ള ഒരു സ്പിൻഡാരിസ്കോപ്പിൻ്റെ പടമാണ്. Spindarioscope, the figure represents the spindarioscope upon which the scintillation counter works. It consists of a microscope M, a radiation source R, and a fluorescent screen S. The fluorescent screen is a glass screen coated with zinc sulfide or willemite. When radiation falls upon it, scintillations, light is produced. Light spots, scintillations are produced. By noting scintillations, we can determine the nature of the charged particle emitted by the radiation source. അപ്പോൾ സ്റ്റിമുലേഷൻ കൗണ്ടറിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഈ കാണുന്നത്. ഇതിനെ ഒരു സ്പിൻഡാരിയോസ്കോപ്പ് എന്ന് പറയും. സ്പിൻഡാരിയോസ്കോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു ട്യൂബാണ്. ആ ട്യൂബിനകത്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന, നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യേണ്ട റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് വെച്ചിരിക്കുകയാണ്. എ മൈക്രോസ്കോപ്പാണ്. എസ് ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ്. ആ സ്ക്രീനിൽ റേഡിയേഷൻ വന്ന് പതിക്കുകയാണെങ്കിൽ സ്റ്റിമുലേഷൻ ഉണ്ടാകും, സ്പോട്ട് ഉണ്ടാകും, ലൈറ്റ് സ്പോട്ട് ഉണ്ടാകും. അത് നോക്കിയിട്ട് ഏതുതരം റേഡിയേഷനാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് സ്പിൻഡാരിയോസ്കോപ്പ്. അത് ഒരു സ്റ്റിമുലേഷൻ കൗണ്ടറിൻ്റെ ആദ്യ പാർട്ടാണ്. ഈ രണ്ടാമത്തെ പടത്തിൽ കാണുന്നതാണ് ഒരു സ്റ്റിമുലേഷൻ കൗണ്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഡീറ്റെയിൽ ഡയഗ്രാം പുറകെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ 3 ചിത്രങ്ങളാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സ്റ്റിമുലേഷൻ കൗണ്ടറാണ്. ബ്ലോക്കായിട്ട് കാണിച്ചിരിക്കുകയാണ്. സ്പിൻഡാരിയോസ്കോപ്പാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ, ഫോസ്ഫർ, അത്രയാണ് സ്പിൻഡാരിയോസ്കോപ്പ്. ഇൻസിഡൻറ്റ് റേഡിയേഷൻ, ഫോസ്ഫർ എന്ന് പറഞ്ഞാൽ ഈ റേഡിയേഷൻ വന്ന് പതിച്ചാൽ ആൽഫ റേ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളൊക്കെ ഒന്ന് പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് തരുന്ന വസ്തുക്കളാണ് ഫോസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോസ്ഫർ ഉള്ള ഒരു സ്ക്രീൻ, അതാണ് ആ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഫോസ്ഫറസെൻ്റ് സ്ക്രീൻ. അവിടെ ബീം വന്ന് വീഴുന്ന അത്രയും ഭാഗമാണ് ഫസ്റ്റ് പാർട്ട്. അത് സ്പിൻഡാരിയോസ്കോപ്പിൻ്റെ പാർട്ടാണ്. അവിടെ ലൈറ്റ് ഉണ്ടാകും. ആ ലൈറ്റ് നമ്മളൊരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിലേക്ക് അയക്കും. ആ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിൻ്റെ പ്രത്യേകത, അത് ഇലക്ട്രോൺസിനെയാണ് കൂട്ടും അങ്ങോട്ട് വളരെ കാര്യമായിട്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ അത് കറണ്ടായിട്ട് മാറും, ഇലക്ട്രിക് പൾസായിട്ട് മാറും. ആ ഇലക്ട്രിക് പൾസ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്യും. സ്കെയിലർ, ഇത് അളക്കാനുള്ള, ഇത് എണ്ണാനുള്ള ഡിവൈസ്, സ്കെയിലിംഗ് നടത്തും. എണ്ണി കണ്ടുപിടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യും. എത്ര പാർട്ടിക്കിളുണ്ട്, ഏതുതരം പാർട്ടിക്കിളാണെന്ന് രജിസ്റ്റർ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാമത്തിലുള്ളത് ഒരു ഫോസ്ഫർ സബ്സ്റ്റൻസ്, സ്പിൻഡാരിയോസ്കോപ്പ്, പിന്നെ ഫോട്ടോ മൾട്ടിപ്ലയർ, പിന്നെ ആംപ്ലിഫയർ, സ്കെയിലർ ആൻഡ് രജിസ്റ്ററാണ്. അപ്പോൾ ഇടയ്ക്ക് ലൈറ്റ് പൾസ് കാണിച്ചിട്ടുണ്ട്. അവസാനം ഇലക്ട്രിക് പൾസാക്കി രൂപാന്തരപ്പെടുത്തിയിട്ടാണ് നമ്മൾ അവയെ രജിസ്റ്റർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ സ്റ്റിമുലേഷൻ കൗണ്ടർ. There is incident radiation which falls upon a phosphorescent or a fluorescent substance. It will emit light. This light pulse is photomultiplied by a photomultiplier tube, and then electric pulse is produced, and that is amplified, measured, and registered. That is the block diagram. And the detailed diagram of the scintillation counter is given below. So principle of scintillation counter. Principle of scintillation counter. Spindarioscope. The principle of scintillation counter is the principle behind the spindarioscope. What is a spindarioscope? A spindarioscope is an example of a scintillation counter. First part. It is shown in figure A. Adya Chitram. Incident radiations falling upon phosphates can produce scintillations. And these scintillations are then converted into electric pulses and counted. This is a principle of scintillation counter. A spindarioscope is an example of scintillation counter. It is shown in the figure. Incident radiations falling upon the phosphates
can produce scintillations. These scintillations are then converted into electrical pulses and counted. This is the principle of scintillation counter. അപ്പോൾ scintillation counter വർക്ക് ചെയ്യുന്നത് ഈ സ്പിൻഡാരിയോസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ആ പടത്തിൽ നമ്മൾ എ എന്നുള്ള പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. റേഡിയേഷൻസ് പോസ്പറിൽ വീഴും, പോസ്പോർസൻ സബ്സ്റ്റൻസിൽ വീഴും, അല്ലെങ്കിൽ ഫ്ലോറസൻ സബ്സ്റ്റൻസിൽ വീഴും. ലൈറ്റായിട്ട് സ്റ്റിമുലേഷൻസ് ആയിട്ട്, ബ്രൈറ്റ് സ്പോട്ടായിട്ട്, ബ്രൈറ്റ് ലൈൻസ് ആയിട്ട് അത് കാണിക്കും. ഇത് ഈ സ്റ്റിമുലേഷൻസ് നമ്മൾ ഇലക്ട്രിക് പൾസാക്കി മാറ്റും, എന്നിട്ട് കൗണ്ട് ചെയ്യും. ഇതാണ് ഒരു സ്റ്റിമുലേഷൻ കൗണ്ടറിൻ്റെ തത്വം. ഇതാണ് ആക്ച്വൽ സ്റ്റിമുലേഷൻ കൗണ്ടറിൻ്റെ ഒരു പടമാണ് വരച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ പാർട്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് സ്പിൻഡാരിയോസ്കോപ്പും തുടർന്നുള്ള ആംപ്ലിഫയർ രജിസ്റ്ററും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള ഡയഗ്രാം. അപ്പാരറ്റസ് ആൻഡ് വർക്കിംഗ്. അപ്പോൾ നോക്കി ആദ്യത്തെ കാണിച്ച് ഗാമാ റേ ഓർ ചാർജ് പാർട്ടിക്കിൾ, ഏത് പാർട്ടിക്കിളാണ് അളക്കാൻ പോകുന്നത് അത് വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇനിഷ്യലി ഇറ്റ് ഈസ് ഗാമാ റേ ഓർ ചാർജ് പാർട്ടിക്കിൾ. ഇറ്റ് ഈസ് ഫാളിങ് അപ്പോൺ ദി phosphor. Phosphor is shown there, and light pulse is produced, and light pulse then comes to a photoelectric material. Electrons are produced. Electrons are then multiplied by the photomultiplier tube. So the second part is photomultiplier tube. It is shown inside the tube. After photomultiplication, we get a number of electrons, avalanche of electrons. Electric pulse is produced, and that falls on the plate. A plate current is produced, and that is recorded. That is current in microampere is produced, and that passes through R. Voltage developed, and this voltage is measured. Thus particle is detected. This figure represents the apparatus used for scintillation counter, or this is a scintillation counter. അപ്പോൾ ഒരു scintillation counter മെയിൻ പാർട്സ് എന്താണ്? The main parts of a scintillation counter are shown in the figures. ബ്ലോക്ക് ഡയഗ്രത്തിലുണ്ട്, താഴെയുള്ള പടത്തിലുണ്ട്, ഇപ്പോൾ കണ്ട പടത്തിലുണ്ട്. It consists of phosphor, photo multiplier tube, amplifier and register. ഒരു സ്കെയിലർ ഉണ്ട്, എണ്ണാനുള്ള ഡിവൈസ്. It consists of phosphor, photomultiplier tube, amplifier and register. They are shown in the figure. പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ഭാഗങ്ങളെല്ലാം. The atoms of the phosphor are excited by energy loss of impinging alpha, beta or gamma rays. ആൽഫ, ബീറ്റ, ഗാമ റേസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഒക്കെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഫോസ്ഫർ വന്ന് കൊണ്ടുകഴിഞ്ഞത് ലൈറ്റായിട്ട് മാറും. ഇതിൻ്റെ എനർജി ലൈറ്റായിട്ട് മാറും. These atoms emit photons, light ഉണ്ടാകും. The phosphor is optically coupled to the envelope of a photomultiplier tube. ഇതൊരു photomultiplier ട്യൂബിലേക്ക് നമ്മൾ കപ്പിൾ ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ്. കപ്ലിംഗ് മീൻസ് കണക്റ്റിംഗ്. The photomultiplier tube produces a large number of secondary electrons and produces electric pulse. അപ്പോൾ photomultiplier ട്യൂബിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറി എമിഷൻ മൂലം അനേകം ഇലക്ട്രോൺസ് ഉണ്ടാക്കും. ഒരു ഇലക്ട്രോൺ പതിച്ചാൽ 2 ഇലക്ട്രോൺ, 2 4 ആകും, 4 8 ആകും. അങ്ങനെ അനേകം ഡൈനോട്സ് വെച്ചിട്ട് ഇലക്ട്രോൺസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഫോട്ടോമൾട്ടിപ്ലയർ ആക്ഷൻ. The output from the photomultiplier is fed to the pulse amplifier. അതൊരു പൾസ് ആംപ്ലിഫയറിലേക്ക്, ഇലക്ട്രിക് പൾസ് ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ഇറ്റ് ഈസ് ദെൻ ഫോളോഡ് ബൈ എ സ്കെയിലർ, അതായത് എണ്ണുന്ന ഡിവൈസ്, സ്കെയിലർ ആൻഡ് രജിസ്റ്റർ സർക്യൂട്ട്. ദസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻ്ററിങ് ദി കൗണ്ടർ ഈസ് രജിസ്റ്റേർഡ്. അങ്ങനെ കൗണ്ടറിൽ എത്തുന്ന പാർട്ടിക്കിൾ എണ്ണ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എസ് എ പാർട്ടായിട്ട് എസ് ആയിട്ട് ചോദിക്കാം. ഗിവ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ scintillation കൗണ്ടർ, എക്സ്പ്ലൈൻ ഇസ് കൺസ്ട്രക്ഷൻ ആക്ഷൻ. അപ്പോൾ സ്പിൻഡാരിയോസ്കോപ്പ് പറയണം, എന്നിട്ട് നമ്മൾ ഈ scintillation കൗണ്ടർ പൂർണ്ണമായിട്ടും പറയണം. 3 ചിത്രങ്ങളുണ്ട്, 3 വരയ്ക്കണം. ഇനി ചില ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനാണ്. ഇതൊരു 2019 ക്വസ്റ്റ്യനാണ്, BScയുടെ 2019 ക്വസ്റ്റ്യൻ. പ്യുവർ സോഡിയം അയോഡൈഡ് ഈസ് നോട്ട് യൂസ്ഡ് scintillation കൗണ്ടർ. വൈ? അപ്പോൾ നമ്മൾ സിംഗിൾ സൾഫൈഡ് ഉപയോഗിക്കും, വില്ലിമെറ്റ് ഉപയോഗിക്കും. പക്ഷേ ഈ സോഡിയം അയോഡൈഡ് നല്ല ഒരു ഫോസ്ഫറാണ്, പക്ഷെ അത് ഉപയോഗിക്കാറില്ല. പ്യുവർ സോഡിയം അയോഡൈഡ് ഉപയോഗിക്കാറില്ല. എന്താ കാരണം?
അത് ഒരു ഇമ്പ്യൂരിറ്റി ചേർത്ത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. പ്യുവർ സോഡിയം അയോഡൈഡ് ഒരു കോസ്പറായിട്ട് സ്റ്റിമുലേഷൻ കൗണ്ടറിൽ യൂസ് ചെയ്യാറില്ല. വൈ? അതിന് ഉത്തരം ഇതാണ്. സോഡിയം അയോഡൈഡ് ഈസ് ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ. അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ഈ നീരാവി പിടിച്ചെടുത്തിട്ട് ജലബാഷ്പം പിടിച്ചെടുത്തിട്ട് അത് അലിഞ്ഞു പോകും. അത് സോഡിയം അയോഡൈഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. Sodium iodide is a hygroscopic material, so it requires that sodium iodide must be placed in a tight container to protect from moisture. Moisture എന്നാൽ ബാഷ്പത്തിൽ നിന്ന് മോയ്സ്ചറിൽ നിന്ന് ഇതിനെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കണ്ടെയ്നറിനകത്ത് വെക്കണം. കണ്ടെയ്നറിനകത്ത് വെക്കുന്നത് ഡിഫിക്കൽട്ടിയാണ്. അതുകൊണ്ട് സോഡിയം അയോഡൈഡ് പ്യുവർ ഫോമിൽ ഉപയോഗിക്കാറില്ല. പകരം എന്ത് ചെയ്യും? ഹെൻസ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പ്യുവർ സോഡിയം സോഡിയം അയോഡൈഡ് TL ഈസ് യൂസ്ഡ്. അതായത് ടെലൂരിയം ഇമ്പ്യൂരിറ്റി ചേർത്ത സോഡിയം അയോഡൈഡാണ് ഉപയോഗിക്കുന്നത്. അതായത് പ്യൂർ സോഡിയമായിട്ട് ഉപയോഗിക്കുന്നില്ല, അതിൽ TL ചേർത്തിട്ട് അത്തരം സോഡിയം അയോഡൈഡാണ് ഈ സ്റ്റിമുലേഷൻ കൗണ്ടറിൽ പോസ്റ്ററായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇത് നമ്മൾ ഈ സാധാരണ പ്രതീക്ഷിക്കുന്നൊരു ക്വസ്റ്റ്യൻ അല്ല. കാരണം ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ വൈഡായിട്ട് റീഡിങ് വേണം. അതായത് സ്റ്റിമുലേഷൻ കൗണ്ടർ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ സോഡിയം അയോഡൈഡിൻ്റെ കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ. അപ്പോൾ അങ്ങനെ ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ വന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. പ്യുവർ സോഡിയം അയോഡൈഡ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ സ്റ്റിമുലേഷൻ കൗണ്ടർ. വൈ? സോഡിയം അയോഡൈഡ് ഈസ് എ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ, സോ ഇറ്റ് റിക്വയർസ് ദാറ്റ് സോഡിയം iodide must be placed in a tight container to protect from moisture. Hence, instead of using pure sodium iodide TL is used. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു ജനറലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സിലബസിൽ പ്രത്യേകം പറയുന്നില്ലെങ്കിലും പറയാത്ത സമയത്തും ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് കൊടുക്കുകയാണ്. പഠിച്ചു കൊള്ളണം. വളരെ കുറച്ചുകളിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഫോട്ടോഗ്രാഫിക് എമിഷൻ ടെക്നിക് ഓർ ന്യൂക്ലിയർ എമിഷൻ ടെക്നിക്? ഈ ന്യൂക്ലിയർ റേഡിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫോട്ടോഗ്രാഫിക് എമിഷൻ ഉപയോഗിക്കാറുണ്ട്, പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ബലൂൺ സർവേയിലൊക്കെ, ഇപ്പോൾ കോസ്മിക് റേസ് ഒക്കെ പഠിക്കാനായിട്ട് ബലൂൺ സർവേയിൽ നമ്മൾ ഈ ഫോട്ടോഗ്രാഫിക് എമിഷനാണ് വെക്കുന്നത്. ബലൂൺ അതിൻ്റെ കൂടെ വെക്കുന്നത് ഈ ഫോട്ടോഗ്രാഫിക് എമിഷനാണ്. ഈ എമിഷനിൽ പതിക്കുന്ന റേഡിയേഷൻ നോക്കിയിട്ട് എന്തുതരം റേഡിയേഷനാണ് കോസ്മിക് റേസിൽ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിക് എമിഷനെ ആ ടെക്നിക്ക് റേഡിയേഷൻ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ന്യൂക്ലിയർ റേഡിയേഷൻ കണ്ടെത്തുന്ന ഫോട്ടോഗ്രാഫിക് എമിഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ എമിഷൻ. അപ്പോൾ അതിന് ആൻസർ വാട്ട് ഈസ് ഫോട്ടോഗ്രാഫിക് എമിഷൻ ടെക്നിക് ഓർ ന്യൂക്ലിയർ എമിഷൻ ടെക്നിക്? അതിന് ഉത്തരം, ചാർജ്ഡ് പാർട്ടിക്കിൾസ് അഫക്റ്റ് ദ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. A heavy charged particle traversing through a photographic emulsion produces latent image of the track. അതായത് ഒരു ഹെവി ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഫോട്ടോഗ്രാഫിക് എമിഷൻ തുളച്ച് പോകുമ്പോൾ അത് പോകുന്ന വഴിക്ക് ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യും, ഒരു ട്രാക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അത് പോകുന്ന വഴി അറിയാൻ പറ്റും നമുക്ക്. ഇപ്പോൾ നെഗറ്റീവ് പാർട്ടിക്കിൾ ഒരു ദിശയിലേക്ക്, പോസിറ്റീവ് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകാം. A heavy charged particle traversing through a photographic emulsion produces a latent image of the track. When the photographic plate, when the photographic plate, not a flight, photographic plate, PLT, is developed, the track can be seen and the nature of particles can be studied. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി പ്ലേറ്റിലൂടെ ഈ ന്യൂക്ലിയർ പാർട്ടിക്കിൾ പോകുന്ന ട്രാക്ക് കണ്ടുപിടിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് ഏതൊരു പാർട്ടിക്കിളാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യാം. പിന്നെ ഒരു സെൻറ്റൻസ് കൂടിയുണ്ട്. എന്താ ന്യൂക്ലിയർ എമിഷൻ? ന്യൂക്ലിയർ എമിഷൻസ് ആർ ഫോട്ടോഗ്രാഫിക് എമിഷൻസ്. അവ ഫോട്ടോഗ്രാഫിക് എമിഷൻ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഗ്രെയിൻ സൈസ് കുറവുള്ള എമിഷനാണ് ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ എമിഷൻസ് ആർ ഫോട്ടോഗ്രാഫിക് എമിഷൻസ് മെൻറ്റ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് വെരി മൈന്യൂട്ട് ന്യൂക്ലിയർ പാർട്ടിക്കിൾസിലേക്ക് മെസോൺസ് പോലെയുള്ള ന്യൂക്ലിയർ പാർട്ടിക്കിളിനെ കണ്ടെത്താൻ വേണ്ടിയാണ് ന്യൂക്ലിയർ എമിഷൻ ഉപയോഗിക്കുന്നത്. അത് ഫോട്ടോഗ്രാഫിക് എമിഷൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഗ്രെയിൻ സൈസ്, ഫോട്ടോഗ്രാഫിക് മെറ്റീരിയൽ ഗ്രെയിൻ സൈസൊക്കെ വളരെ ചെറുതായിരിക്കും ഇത്തരം പാർട്ടിക്കിളിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ. അപ്പം മെസോൺസ് പോലെയുള്ള ന്യൂക്ലിയർ പാർട്ടിക്കിൾ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഫോട്ടോഗ്രാഫിക് എമിഷനാണ്
ന്യൂക്ലിയർ എമിഷൻ എന്ന് ചുരുക്കി ഓർക്കുക. നമുക്ക് കുറച്ച് വിസ്തരിച്ച് പറയാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. That is all with your 32nd class on nuclear and particle physics. Thank you.